ഗാസയിലെ ഉത്തരവാദിത്തങ്ങൾ പാലസ്തീൻ സാങ്കേതിക സംഘടനയ്ക്ക് കൈമാറാൻ ഹമാസ് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദവും യുദ്ധാനന്തര ഭരണ പരിഷ്കാരങ്ങൾക്കുമായുള്ള US നേതൃത്വത്തിലുള്ള സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യുദ്ധത്തിൽ തകർന്ന എൻക്ലേവിന്റെ ഭരണത്തിൽ സാധ്യമായ മാറ്റത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടിപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാനും തുടർന്നുള്ള രാഷ്ട്രീയ സുരക്ഷാ മേഖല രൂപപ്പെടുത്തുവാനുമുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വാഷിംഗ്ടൺ നീങ്ങുന്നതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിവരികയാണ്. അതേസമയം ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നതായി തന്നെ അമേരിക്ക അറിയിച്ചിരിക്കുകയാണ്. US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആകട്ടെ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കരാർ നടപ്പാക്കാൻ ഹമാസ് സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ് എന്നും അത് പ്രതീക്ഷിക്കപ്പെടുന്നതായി തന്നെ അദ്ദേഹം വ്യക്തമാക്കി. അവസാന ബന്ദിയുടെ മൃതദേഹം ഹമാസ് കൈമാറിയില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകേണ്ടി വരുമെന്നും ഇവിടെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ ആദ്യഘട്ട നിരായുധീകരണം, ഗാസ പുനർനിർമ്മാണം എന്നിവയ്ക്കാകും രണ്ടാം ഘട്ട ഈ ഒരു വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. ഇടക്കാല സമാധാന ഭരണസമിതിയുടെ ആദ്യ യോഗം അടുത്തയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ അവിടെ സ്വിറ്റ്സർലാൻഡിലെ ദവോസയിൽ ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. നിക്കോളായി സമിതിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പാലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന സമിതിക്ക് ഹമാസും ഇസ്രയേലും പിന്തുണ അറിയിച്ചിരിക്കുന്നതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. കൊറോയിൽ ചേർന്ന പാലസ്തീൻ കൂട്ടായ്മയുടെ യോഗം രണ്ടാം ഘട്ട വെടിനിർത്തലിന് പിന്തുണ അവിടെ അർപ്പിക്കുകയും ചെയ്തു. ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളാണ് യോഗം ചേർന്നത്. ഇസ്രയേൽ സൈന്യം അത് പിന്മാറണമെന്നും ഗാസയിലേക്ക് വിലക്കുകൾ ഇല്ലാതെ തന്നെ സഹായം എത്തിക്കണമെന്നും പാലസ്തീൻ ഇവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചാൽ ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് അമേരിക്ക നന്ദി അറിയിക്കുകയും ചെയ്തു. രണ്ടാം ഘട്ട വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത ഇസ്രയേൽ ആകട്ടെ അവസാന ബന്ദിയുടെ മൃതദേഹം കൈമാറിയില്ല എങ്കിൽ അവിടെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുകയും അല്ലെങ്കിൽ സഹകരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകി. അതേസമയം വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വന്നില്ല എങ്കിൽ റാഫെ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല എന്നും രണ്ടാം ഘട്ട വെടിനിർത്തൽ കാലയളവിൽ കരാർ ലംഘിച്ച ഗാസയിൽ ഇസ്രയേൽ നിരവധി തവണ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. 1200-ലേറെ തവണയാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. 450-ലേറെ പേരാണ് ഇക്കാലയളവിൽ മാത്രമായി തന്നെ കൊല്ലപ്പെട്ടതെന്നും 1250-ലേറെ പേർ അവിടെ പരിക്കേറ്റതായും ഗാസയിൽ ഇതുവരെ 71,500-ലധികം പേർ കൊല്ലപ്പെട്ടതായും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.